ഫ്രണ്ട്സ്, എല്ലാവർക്കും എക്സാം ഫോക്കസിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ഇന്ന് ഇംഗ്ലീഷാണ്. ടെൻസസിനെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്. ടെൻസസ് എന്ന് പറഞ്ഞാൽ എന്ത്? ഒരു ക്രിയയുടെ ടൈം പറയാനാണ് ടെൻസസ് ഉപയോഗിക്കുന്നത്. ആക്ഷൻ, സ്റ്റേറ്റ് എന്നിവയുടെ കാര്യമാണ് ഇവ പറയുന്നത്. ഉദാഹരണം നോക്കാം. They did their duties. ഇത് ആക്ഷനുമാണ്, പാസ്റ്റ് ടെൻസാണ്. രണ്ടാമത്തെ, ഷീ ഈസ് ഇൻഡസ്ട്രിയസ്. ഈ ഉദാഹരണം സ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെടുത്തി ആണ്. അതുപോലെ തന്നെ ഇത് പ്രസൻറ്റ് ടെൻസുമാണ്. അടുത്തത് ടൈപ്സ് ഓഫ് ടെൻസസ്. 3 ടൈപ്പ് ടെൻസസുകളുണ്ട്. ഏതൊക്കെയെന്ന് നോക്കാം. ഒന്നാമത്തെ പ്രസൻറ്റ് ടെൻസ്, 2 പാസ്റ്റ് ടെൻസ്, 3 ഫ്യൂച്ചർ ടെൻസ്. ഈ 3 ടെൻസുകൾക്കും 4 വീതം ഇനങ്ങൾ ഇൻഡെഫിനിറ്റ്, കണ്ടിന്യൂസ്, പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഉള്ളതിനാൽ 12 ടെൻസുകൾ ഉണ്ടെന്ന് പറയാം. അടുത്തത് പ്രസൻറ്റ് ഇൻഡെഫിനിറ്റ്. അതായത് അതിൻ്റെ ഘടന എന്ന് പറയുന്നത് സബ്ജക്റ്റ് പ്ലസ് ഡു ഓർ ഡസ് ഫോം ഓഫ് വെർബ് ഉപയോഗിക്കുന്നതിൽ എ ഹാബിച്വൽ ആക്ഷൻ പറയാൻ വേണ്ടി, പിന്നെ രണ്ടാമത്തെ യൂണിവേഴ്സൽ ട്രൂത്ത് പറയാൻ വേണ്ടിയാണ്, പിന്നെ ബുക്സ് അല്ലെങ്കിൽ നോട്ടീസസിൽ നിന്ന് ഉദ്ധരണികൾ പറയാനൊക്കെയാണ് പ്രസൻറ്റ് ഇൻഡെഫിനിറ്റ് ഉപയോഗിക്കുന്നത്. സൂചകങ്ങൾ എന്ന് പറഞ്ഞാൽ ഓൾവേസ്, എവരി ഡേ, ട്വൈസ് എ വീക്ക്, ഒക്കേഷണലി, ഫ്രീക്വൻ്റ്ലി തുടങ്ങിയവയൊക്കെയാണ് അതിൻ്റെ സൂചകങ്ങളെന്ന് പറയുന്നത്. ഉദാഹരണം നോക്കാം. ഐ ഡ്രിങ്ക് മിൽക്ക് എവരി ഡേ. എവരി ഡേ എന്നുള്ളതാണ് ഉപയോഗിച്ചുവല്ലോ. അടുത്തത് ദ നോട്ടീസ് സേസ് ഡോണ്ട് പ്ലക്ക് ഫ്ലവേഴ്സ്. അടുത്ത ഉദാഹരണം ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്. അടുത്ത് നോക്കാം പ്രസൻറ്റ് കണ്ടിന്യൂസ്. അതിൻ്റെ ഘടന എന്ന് പറയുന്നത് ആം, ഈസ്, ആർ പ്ലസ് വി പ്ലസ് ഐ എൻ ജി ഫോമാണ്. ഇത് ഉപയോഗിക്കുന്നത് പറയുന്ന നേരത്തെ ഒരു പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയാൻ വേണ്ടിയാണ്. പറയുന്ന നേരത്തെ ഒരു പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയാൻ, ഭാവിയിലൊരു കാര്യം തീരുമാനിച്ചിരിക്കുന്നത് പറയാനൊക്കെയാണ് ഇത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ സൂചകങ്ങൾ എന്ന് പറഞ്ഞാൽ നൗ, അറ്റ് ദിസ് മൂമെൻറ്റ്, റൈറ്റ് നൗ തുടങ്ങിയവയാണ് അതിൻ്റെ സൂചകങ്ങൾ എന്ന് പറയുന്നത്. ഉദാഹരണം നോക്കുമ്പോൾ മനസ്സിലാകും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ദേ ആർ പ്ലേയിങ് ക്രിക്കറ്റ്. രണ്ടാമത്തെ ഐ ആം ഗോയിങ് ടു വിസിറ്റ് ഹർ നെക്സ്റ്റ് സൺഡേ. ഇത് 2 ഉദാഹരണം നോക്കുമ്പോൾ തന്നെ അതിൻ്റെ ഘടനയും ഉപയോഗവും ആയിട്ട് ബന്ധപ്പെടുത്തുമ്പോൾ മനസ്സിലായി കാണുമല്ലോ. എന്നാൽ വെർബ്സ് ഓഫ് അപ്പിയറിങ്, അത് ലുക്ക്, സീം തുടങ്ങിയവ, പെർസെപ്ഷൻ, ഹിയർ, ടേസ്റ്റ് മുതലായവ, ഇമോഷൻ എന്ന് പറയുന്നത് ഫീല്, ലൈക്ക് മുതലായവ, പൊസഷൻ എന്ന് പറയുന്നത് ഓൺ, ബിലോങ് ടു മുതലായവയെല്ലാം, തിങ്കിങ്, തിങ്ക്, സപ്പോസ് തുടങ്ങിയവ എന്നിവയെല്ലാം പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കാറില്ലാത്തതാണ്. അതാദ്യം തന്നെ നോട്ട് ചെയ്യുക. ഉദാഹരണം പറയാം. ഐ ഹിയർ ദ സൗണ്ട്. ഐ ആം ഹിയറിങ് ദ സൗണ്ട് എന്ന് പറയില്ല, അത് തെറ്റാണ്. ഐ ഹിയർ ദ സൗണ്ട്. രണ്ടാമത്തെ ദ കാർ ബിലോങ്സ് ടു മീ. അതാണ് ഒരു ഉദാഹരണം. ദ കാർ ഈസ് ബിലോങ്ങിങ് ടു മീ എന്ന് പറയില്ല, ദ കാർ ബിലോങ്സ് ടു മീ എന്നതാണ് പറയുന്നത്. അടുത്തത് 5-ാമത്തേന്ന് പറഞ്ഞാൽ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസാണ്. അത് ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൻ്റെ ഘടന സബ്ജക്റ്റ് പ്ലസ് ഹാസ് അല്ലെങ്കിൽ ഹാവ് പ്ലസ്
പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് വെർബാണ് അതിൻ്റെ ഘടന. അത് ഉപയോഗിക്കുന്നത് വെച്ചാൽ നേരത്തെ തുടങ്ങിയ പ്രവൃത്തി, പ്രസൻറ്റ് പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ നേരത്തെ തുടങ്ങിയ പ്രവൃത്തി ഇപ്പോഴേക്കും തീർന്നു എന്ന് പറയാനൊക്കെയാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് ഉപയോഗിക്കുന്നത്. എൻ്റെ സൂചകം എന്ന് പറഞ്ഞാൽ സൂചകങ്ങൾ ഓൾറെഡി അല്ലെങ്കിൽ സോ ഫാർ, യെറ്റ്, ടിൽ നൗ മുതലായവയൊക്കെയാണ് എൻ്റെ സൂചകങ്ങൾ എന്ന് പറയുന്നത്. ഉദാഹരണം നോക്കാം, അപ്പോൾ മനസ്സിലാകും. ഐ ഹാവ് ഓൾറെഡി ഗോൺ ദെയർ. ഷീ ഹാസ് വിസിറ്റഡ് ഊട്ടി 3 times സോ ഫാർ. സോ ഫാർ എന്നുള്ള ഒരു സൂചകം വന്നു, അതാണ് പ്രസൻറ്റ് പെർഫെക്റ്റ്. ഹി ഹാസ്, അടുത്തൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ഹി ഹാസ് ഫിനിഷ്ഡ് ദ വർക്ക് ജസ്റ്റ് നൗ. നൗ എന്ന വാക്ക് വന്നിട്ടുണ്ട്, ഇതിനെ കാണിക്കാൻ വേണ്ടിയാണ് പ്രസൻറ്റ് പെർഫെക്റ്റിൻ്റെ എക്സാമ്പിളാണ് ഈ 3. അടുത്തത് 6 പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസാണ്. അതിൻ്റെ ഘടന എന്ന് പറയുന്നത് സബ്ജക്റ്റ് പ്ലസ് ഹാസ് അല്ലെങ്കിൽ ഹാവ് ബീൻ പ്ലസ് വി പ്ലസ് ING ഫോമാണ് ഉപയോഗിക്കുന്നത്. പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ ഒരു നേരത്തെ തുടങ്ങിയ ഒരു പ്രവൃത്തി ഇപ്പോഴും തുടരുന്നു. നേരത്തെ തുടങ്ങിയ ഒരു പ്രവൃത്തി ഇപ്പോഴും തുടരുന്നു എന്ന് പറയാനൊക്കെയാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്. അത് അതിൻ്റെ സൂചകങ്ങൾ എന്ന് പറഞ്ഞാൽ സിൻസ് പ്ലസ് പോയിൻറ്റ്, സിൻസ് പോയിൻ്റ് ഓഫ് ടൈം, പിന്നെ ഫോർ പ്ലസ് പീരീഡ് ഓഫ് ടൈം. ഇതൊക്കെയാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ ഉപയോഗിക്കുന്നത്. ഉദാഹരണം നോക്കാം. ദേ ഹാവ് ബീൻ സിംഗിങ് ഫോർ ഹവേഴ്സ്. ഹവേഴ്സ് എന്ന് പറഞ്ഞത് ടൈമിനെ സൂചിപ്പിക്കാൻ വേണ്ടിയല്ലേ, അപ്പോൾ അത് ആണ് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. രണ്ടാമത്തെ ഒരു എക്സാമ്പിൾ നോക്കാം. ഷീ ഹാസ് ബീൻ വെയിറ്റിംഗ് ഫോർ ഹർ മദർ സിൻസ് 10 o'clock. അതൊരു എക്സാമ്പിളാണ്. അടുത്തത് 7 പാസ്റ്റ് ഇൻഡെഫിനിറ്റ്. അത് അതിൻ്റെ ഘടന എന്ന് പറയുന്നത് സബ്ജക്റ്റ് പ്ലസ് ഡിഡ് ഫോം ഓഫ് വെർബ്. സബ്ജക്റ്റ് പ്ലസ് ഡിഡ് ഫോം ഓഫ് വെർബാണ് പാസ്റ്റ് ഇൻഡെഫിനിറ്റിൻ്റെ ഘടന. അതിൻ്റെ അത് പാസ്റ്റ് ഇൻഡെഫിനിറ്റ് എന്ന് പറഞ്ഞാൽ ഭൂതകാലത്ത് നടന്ന ഒരു പ്രവൃത്തി പറയാനൊക്കെയാണ്. ഭൂതകാലത്ത് നടന്ന ഒരു പ്രവൃത്തി പറയാനാണ് പാസ്റ്റ് ഇൻഡെഫിനിറ്റ് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ സൂചകങ്ങൾ എന്ന് പറഞ്ഞാൽ യെസ്റ്റർഡേ, ഇൻ 2000, എഗോ, ടിൽ 10 o'clock തുടങ്ങിയൊക്കെയാണ് അതിൻ്റെ സൂചകങ്ങൾ എന്ന് പറയുന്നത്. പാസ്റ്റ് ഇൻഡെഫിനിറ്റ് സൂചിപ്പിക്കുന്നത് അതൊക്കെയാണ്. ഉദാഹരണം നോക്കാം. ദേ വിസിറ്റഡ് മീ യെസ്റ്റർഡേ. വിസിറ്റ് ചെയ്തു യെസ്റ്റർഡേ. അത് യെസ്റ്റർഡേ എന്നുള്ളത് പാസ്റ്റ് ഇൻഡെഫിനിറ്റിനെ സൂചിപ്പിക്കുന്നതാണ്. ഹി ലെഫ്റ്റ് ദ കോളേജ് ഇൻ 2010. ലെഫ്റ്റ് 2010 ആ ഇയറിനെ കാണിച്ച് പാസ്റ്റ് ഇൻഡെഫിനിറ്റാണ്. ഐ ഡിഡിൻ സ്ലീപ്പ് ടിൽ 10:30. അത് ടിൽ കഴിഞ്ഞിട്ട് ടൈമും കൂടെ വരുമ്പോൾ അത് പാസ്റ്റ് ഇൻഡെഫിനിറ്റിനെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. അടുത്തത് 8 പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസാണ്. അത് അതിൻ്റെ ഘടന എന്ന് പറയുന്നത് സബ്ജക്റ്റ് പ്ലസ് വാസ് അല്ലെങ്കിൽ വെയർ പ്ലസ് വി പ്ലസ് ING ഫോമാണ് ഉപയോഗിക്കുന്നത്. പാസ്റ്റ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ ഭൂതകാലത്ത് ഒരു പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയാൻ ഒക്കെയാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ സൂചകങ്ങൾ എന്ന് പറഞ്ഞാൽ ദെൻ, അറ്റ് ദാറ്റ് ടൈം, വെൻ, വൈൽ മുതലായവയൊക്കെയാണ് അതിൻ്റെ സൂചകങ്ങൾ എന്ന് പറയുന്നത്. എൻ്റെ എക്സാമ്പിൾ നോക്കാം. ഐ വാസ് റീഡിങ് എ നോവൽ അറ്റ് ദാറ്റ് ടൈം. ടൈം എന്നുള്ള ഒരു സൂചകം വന്നില്ലേ, അതാണ് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. രണ്ടാമത്തെ എക്സാമ്പിൾ. വെൻ ഐ വാസ് സ്ലീപ്പിംഗ് ഷീ റീഡ് ദ നോവൽ. വെൻ എന്നുള്ള ഒരു സൂചകം വന്നു. വെൻ ഐ വാസ് സ്ലീപ്പിംഗ് ദ റീഡ് നോവൽ. അതാണ് ഒരു പാസ്റ്റ് കണ്ടിന്യൂസിൻ്റെ രണ്ടാമത്തെ എക്സാമ്പിൾ എന്ന് പറയുന്നത്.
അടുത്തത് 9 പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്. അത് അതിൻ്റെ ഘടന എന്ന് പറയുന്നത് സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് വെർബ്. അതായത് പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ ഭൂതകാലത്ത് ഒരു പ്രവൃത്തി നടന്നതിന് മുമ്പ് മറ്റൊന്ന് സംഭവിച്ചത് പറയാൻ. ഭൂതകാലത്ത് ഒരു പ്രവൃത്തി നടന്നതിന് മുമ്പ് മറ്റൊന്ന് സംഭവിച്ചത് പറയാനൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്നത് പാസ്റ്റ് പെർഫെക്റ്റ്. അതിൻ്റെ സൂചകങ്ങൾ എന്ന് പറഞ്ഞാൽ ഭൂതകാലത്തെ 2 ആക്ഷനുകൾ. ഇതിൽ ആദ്യത്തെ ആക്ഷനെ സിമ്പിൾ പാസ്റ്റിലും രണ്ടാമത്തേതിനെ പാസ്റ്റ് പെർഫെക്റ്റിലും എഴുതുന്നു. ഉദാഹരണം, വെൻ ഷീ എൻറ്റേർഡ് ദ ഹാൾ ദ ബെൽ ഹാഡ് റങ്. ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ്. അടുത്തത് 10ാമത്തെ ക്വസ്റ്റ്യൻ, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. അതിൻ്റെ ഘടന എന്ന് പറയുന്നത് സബ്ജക്റ്റ് പ്ലസ് ഹാഡ് ബീൻ പ്ലസ് വി പ്ലസ് ING. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് പറഞ്ഞാൽ ഭൂതകാലത്ത് തുടങ്ങി ഒരു പ്രവൃത്തി ഭൂതകാലത്ത് തന്നെ മറ്റൊരു പ്രവൃത്തി തുടങ്ങിയത് വരെ തുടരുകയായിരുന്നു എന്ന് പറയാൻ ഉപയോഗിക്കുന്നതാണ്. ഉദാഹരണം നോക്കാം. ഷീ ഹാഡ് ബീൻ ടീച്ചിങ് ഇംഗ്ലീഷ് ഫോർ 3 years when I visited her. സബ്ജക്റ്റ് വന്നു ഹാഡ് ബീൻ വന്നു വി പ്ലസ് ING ഫോമും വന്നു. അതാണ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. 11ാമത്തെ ഫ്യൂച്ചർ ഇൻഡെഫിനിറ്റ്. അതിൻ്റെ ഘടന എന്ന് പറയുന്നത് സബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷാള് പ്ലസ് ബേസ് ഫോം ഓഫ് വെർബ്. എന്ന് വെച്ചാൽ ഭാവിയിൽ ഫ്യൂച്ചർ ഇൻഡെഫിനിറ്റ് എന്ന് പറഞ്ഞാൽ ഭാവിയിൽ നടക്കാൻ ഇടയുള്ള കാര്യം മുൻകൂറായി പറയുന്നു. ഭാവിയിൽ നടക്കാൻ ഇടയുള്ള കാര്യം മുൻകൂറായിട്ട് പറയുന്നതാണ് ഫ്യൂച്ചർ ഇൻഡെഫിനിറ്റ്. എൻ്റെ ഉദാഹരണം എന്താണ്? ടുമാറോ, നെക്സ്റ്റ് വീക്ക്, ബൈ 2030. അതൊക്കെയാണ് ഫ്യൂച്ചർ ഇൻഡെഫിനിറ്റിൻ്റെ ഒരു സൂചകങ്ങൾ എന്ന് പറയുന്നത്. ഉദാഹരണം നോക്കാം. ഐ ഷാൽ റിട്ടേൺ ഇറ്റ് ടുമാറോ. രണ്ടാമത്തെ ഷീ വിൽ ഗെറ്റ് എ ജോബ് ബൈ 2022. ജോബ് കിട്ടും എന്ന് 2022. ഫ്യൂച്ചർ ഇൻഡെഫിനിറ്റ് ആണത്. 12ാമത്തെ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ്. അതിൻ്റെ ഘടന എന്ന് പറയുന്നത് സബ്ജക്റ്റ് പ്ലസ് വിൽ അല്ലെ ഷാൾ പ്ലസ് ബി പ്ലസ് വി പ്ലസ് ING. ഒന്നുകൂടെ പറയാം. സബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷാൾ പ്ലസ് ബി പ്ലസ് വി പ്ലസ് ING ഫോമാണ് ഉപയോഗിക്കുന്നത്. അത് ഫ്യൂച്ചർ കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ ഭാവിയിൽ ഒരു നിശ്ചിത പ്രവൃത്തി, അതായത് ഒരു നിശ്ചിത പ്രവൃത്തി തുടർന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയാൻ. ഇതിൻ്റെ സൂചന എന്ന് പറഞ്ഞാൽ ദിസ് ടൈം ടുമാറോ. അതൊക്കെ ഉപയോഗിക്കുന്നത് ഫ്യൂച്ചർ കണ്ടിന്യൂസിന് വേണ്ടിയാണ്. ഉദാഹരണം നോക്കുമ്പോൾ മനസ്സിലാകും. ഷീ വിൽ ബി ടീച്ചിങ് ഇംഗ്ലീഷ് ദിസ് ടൈം ടുമാറോ. ഷീ വിൽ ബി ടീച്ചിങ് ഇംഗ്ലീഷ് ദിസ് ടൈം ടുമാറോ. ഇത് നല്ലൊരു എക്സാമ്പിളാണ്, പെട്ടെന്ന് മനസ്സിലാക്കാനുള്ളൊരു എക്സാമ്പിളാണ്. സബ്ജക്റ്റ് വന്നു വില്ലോർ ഷാളാണ് അതിൻ്റെ ഫോം എന്ന് പറയുന്നത്. അത് വില്ല് വരികയും ചെയ്തു, ബിയും വന്നു, വിൽ ബി, ഷീ വിൽ ബി പ്ലസ് വി പ്ലസ് ING ഫോമും വന്നു. ഇതാണ് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ്. അടുത്തത് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസാണ് 13ാമത്തെ. അതിൻ്റെ ഘടന എന്ന് പറയുന്നത് സബ്ജക്റ്റ് പ്ലസ് വില്ല് ഷാള് പ്ലസ് ഹാവ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് വെർബാണ്. അത് ഫ്യൂച്ചർ പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ ഭാവിയിൽ ഒരു പ്രവൃത്തി പൂർത്തിയാക്കുന്നതിന് മുമ്പ് മറ്റൊന്ന് പൂർത്തിയായോ എന്ന് പറയാൻ വേണ്ടിയാണ്. അതാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് എന്ന് പറയുന്നത്. അതിൻ്റെ സൂചകം എന്ന് പറഞ്ഞാൽ
ഭാവിയിലെ 2 പ്രവൃത്തികൾ, ഒന്നാമത്തേത് ഫ്യൂച്ചർ പെർഫെക്റ്റിലും രണ്ടാമത്തേത് പ്രസൻറ്റ് ഇൻഡെഫിനിറ്റിലും എഴുതുന്നു. ഉദാഹരണം നോക്കുകയാണെങ്കിൽ ദ പേഷ്യൻറ്റ് വിൽ ഹാവ് ഡൈഡ് ബിഫോർ ദ ഡോക്ടർ കംസ്. നല്ലൊരു ഉദാഹരണമാണ്. അടുത്ത 14-ാമത്തെ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. അതിൻ്റെ ഘടന എന്ന് പറയുന്നത് സബ്ജക്റ്റ് പ്ലസ് വിൽ അല്ലെങ്കിൽ ഷാള് പ്ലസ് ഹാവ് ബീൻ പ്ലസ് വി പ്ലസ് ING ഫോമാണ് ഇത് ഉപയോഗിക്കുന്നത്. ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ ഉപയോഗിക്കുന്നത്. ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ ഭാവിയിൽ നിശ്ചിത സമയം, അതായത് നിശ്ചിത സമയം വരെ ഒരു പ്രവൃത്തി തുടർന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയാൻ വേണ്ടിയാണ് ഈ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്. ഉദാഹരണം നോക്കുകയാണെങ്കിൽ ദേ വിൽ ഹാവ് ബീൻ ലേണിംഗ് മ്യൂസിക് ഫോർ 2 hours, 2 മണിക്കൂർ. അത് ആണ് അതിൻ്റെ ഒരു ഉദാഹരണം എന്ന് പറയുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. കുറച്ച് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ടർ ഡാഷ് അറ്റ് 100 degree Celsius. ഓപ്ഷൻ എ ബോയിൽ, ബി ബോയിൽസ്, സി ഈസ് ബോയിലിംഗ്, ഡി ബോയിൽഡ്. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ബോയിൽസ് ആണ്. വാട്ടർ ബോയിൽസ് അറ്റ് 100 degree Celsius. അതാണ് ഇതിൻ്റെ ആൻസർ. ഇതിങ്ങനത്തെ ക്വസ്റ്റ്യൻ എക്സാമിനൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ദ സൺ ഡാഷ് ബിഫോർ ഐ ഗോട്ട് അപ്പ്. ഓപ്ഷൻ എ റോസ്, ബി ഹാർഡ് റോസ്, സി റൈസസ്, ഡി ഹാർഡ് റൈസൻ. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ഹാർഡ് റൈസൻ. ദ സൺ ഹാർഡ് റൈസൻ ബിഫോർ ഐ ഗോട്ട് അപ്പ്. അടുത്തൊരു ക്വസ്റ്റ്യൻ. ദിസ് കാർ ഡാഷ് മീ. ഓപ്ഷൻ എ ബിലോങ് ടു, ബി ബിലോങ്, സി ഈസ് ബിലോങ്ങിങ് ടു, ഡി ബിലോങ്സ്. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ബിലോങ്സ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഐ ഡാഷ് ദ താജ്മഹൽ 3 times so far. ഓപ്ഷൻ എ വിസിറ്റഡ്, ബി വിസിറ്റ്, സി ഹാവ് വിസിറ്റഡ്, ഡി വിസിറ്റ്സ്. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ഹാവ് വിസിറ്റഡ്. ഐ ഹാവ് വിസിറ്റഡ് ദ താജ്മഹൽ 3 times so far. അടുത്തൊരു ക്വസ്റ്റ്യൻ. ഷീ ഹാസ് ബീൻ റീഡിങ് എ നോവൽ ഡാഷ്. ഓപ്ഷൻ എ ഫോർ 10 o'clock, ബി വെൻ 10 o'clock, സി സിൻസ് 10 o'clock, ഡി ആഫ്റ്റർ 10 o'clock. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി സിൻസ് 10 o'clock. ഷീ ഹാസ് ബീൻ റീഡിങ് എ നോവൽ സിൻസ് 10 o'clock, 10 o'clock വരെ എന്നുള്ളൊരു ഇതാണ്.